ഹായ് ബിനി, സുഖാണോ? സുഖായിട്ടിരിക്കുന്നു. എന്റെ മോളുടെ ഒരു സൗണ്ടിന്റെ ഡിസ്റ്റർബൻസ് ഉണ്ടാവും ട്ടോ. നല്ല കാര്യം. കുഴപ്പമില്ല, കുഴപ്പമില്ല. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് ഹസ്ബൻഡിന്റെ വീട്ടിലാണ്. ഹസ്ബൻഡ് ഉണ്ട്, ഹസ്ബൻഡിന്റെ അമ്മയുണ്ട്, എനിക്കൊരു മോളുണ്ട്, പിന്നെ ഹസ്ബൻഡിന്റെ ചേട്ടൻ, ഫാമിലി. ഉണ്ടല്ലേ. സ്ഥലമൊക്കെ എവിടെയാണ്? ഞങ്ങൾ തൃശ്ശൂരാണ്. തൃശ്ശൂരാണല്ലേ. അപ്പൊ ബിനി, അവോധയെ പറ്റി ആദ്യം അറിഞ്ഞത് എങ്ങനെയായിരുന്നു? അവോധയിൽ ഞാൻ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും അങ്ങനെ എന്തോ ആഡ് കണ്ടിട്ടാണ് ഞാനത് നോക്കിയത്. ഓൾറെഡി ഞാൻ മെഡിക്കൽ കംപ്ലീറ്റഡ് ആയതായിരുന്നു. പക്ഷേ പ്ലേസ്മെന്റിന്റെ ഇതിൽ എനിക്ക് ഭയങ്കര ഡിസപ്പോയിന്റഡ് ആയിരുന്നു. അപ്പൊ ഞാൻ അതിലിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവോധ കാണുന്നത്. ഏത് കോഴ്സായിരുന്നു അവോധയിൽ പഠിച്ചിരുന്നത്? മെഡിക്കൽ കോഡിങ്. മെഡിക്കൽ കോഡിംഗ് അല്ലേ. എങ്ങനെയുണ്ടായിരുന്നു കോഴ്സും കാര്യങ്ങളൊക്കെ? കോഴ്സ് ഞാൻ ഓൾറെഡി കംപ്ലീറ്റഡ് ആയിരുന്നു കോഴ്സ്. അപ്പൊ ആയിരുന്നല്ലേ. ഞാൻ പ്ലേസ്മെന്റിന് വേണ്ടിയിട്ടാണ് കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ ജസ്റ്റ് ക്ലാസ്സസ് ഒക്കെ ഒന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ക്ലാസ്സസ് എനിക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പക്ഷെ എനിക്ക് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ജസ്റ്റ് ഞാൻ കുറെ ക്ലാസ്സസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ജാബ് ട്രെയിനിങ്, ജാബ് സെഷൻ എന്നും ഞാൻ അറ്റൻഡ് ചെയ്യായിരുന്നു. അറ്റൻഡ് ചെയ്യായിരുന്നു അല്ലേ. അപ്പൊ ക്ലാസ്സസിൽ ഡൗട്ട്സും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല അല്ലെ? ഉണ്ടായിട്ടുണ്ടായിരുന്നോ? ഡൗട്ടിന്റെ അതായത് കംപ്ലീറ്റ് കാണാൻ പറ്റാത്തത് കൊണ്ട് ഡൗട്ടിന്റെ ഒരു ഇത് ഉണ്ടായിട്ടില്ല. ഉണ്ടായിട്ടില്ല അല്ലേ. പക്ഷെ ജാബ് ട്രെയിനിങ് നല്ലൊരു സെക്ഷൻ ആയിരുന്നു. ഞാൻ ഉണ്ടായിരുന്നില്ല. ഡെയിലി ഞാൻ അറ്റൻഡ് ചെയ്യുന്നതായിരുന്നു. ടെക്നിക്കൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പഠിക്കുന്ന സമയത്ത്? അങ്ങനെ അധികം പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിട്ടില്ല. ഉണ്ടായിട്ടില്ല അല്ലെ. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ജാബ് സെക്ഷൻ ഒക്കെ? ജാബ് സെക്ഷൻ വളരെ നല്ലൊരു അടിപൊളി സെക്ഷൻ ആയിരുന്നു. കാരണം നമ്മൾ ഇൻഫോർമേറ്റീവ് ആയിട്ട് ഡെയിലി അപ്ഡേഷനും പിന്നെ വർക്ക്ഔട്ട് ചെയ്യുന്നതും നല്ലൊരു സെക്ഷൻ ആയിരുന്നു. എങ്ങനെ ശരിക്കും ഇത് ഉണ്ടായിരുന്നു നേരത്തെ അറിയേണ്ടിയിരുന്നു തോന്നി. ഞാൻ അങ്ങനെ ഒരു ഇത് അറിഞ്ഞിരുന്നെങ്കിൽ വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുകയായിരുന്നു. എനിക്കത് പഠിക്കുന്നത്? ഭയങ്കര ഒരു അതെ ഓക്കെ, ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ വലിയൊരു കോർഡിനേറ്റേഴ്സിന്റെ നഷ്ടമായിട്ട് ഒരു ഫീൽ ചെയ്യുന്നു. പ്രതികരണങ്ങളൊക്കെ? എങ്ങനെയാ? നമ്മുടെ ജാബ് സെക്ഷന്റെ കോർഡിനേറ്റേഴ്സിന്റെ പ്രതികരണങ്ങളൊക്കെ എങ്ങനെ ആ, ഉണ്ടായിരുന്നു? നല്ല നല്ല രീതിയിലുള്ള ക്ലാസ് ആയിരുന്നു. നമുക്ക് ഡെയിലി നന്നായി പെർഫോം ചെയ്യാൻ പറ്റുമായിരുന്നു. കൂടുതൽ മീൻസ് നല്ല നമ്മളെ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ ഡെയിലി നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സെക്ഷൻ നല്ല ഒരു ഇതായിരുന്നു. നമുക്ക് ഇന്റർവ്യൂവിനാണെങ്കിലും പിന്നെ നമ്മുടെ നോളജ് വൈസ് ആണെങ്കിലും നമുക്ക് നല്ലൊരു ഡെവലപ്മെന്റ് കിട്ടുന്ന ഒരു സെക്ഷൻ ആയിരുന്നു ജാബ് സെക്ഷൻ. ആയിരുന്നല്ലേ. മോക്ക് ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തായിരുന്നോ? ഇല്ലില്ല, മോക്ക് ഇന്റർവ്യൂസ് ജാപ്പിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലാതെ മോക്ക് ഇന്റർവ്യൂസ് ആയിട്ട് ആ സെക്ഷനിൽ അറ്റൻഡ് ചെയ്തിട്ടില്ല. ഉണ്ടായിരുന്നില്ല അല്ലെ. അപ്പൊ ജാപ്പിലെ interviews attend ചെയ്തു. ഇന്റർവ്യൂസിനൊക്കെ അറ്റൻഡ് ചെയ്യാൻ പേടിയൊക്കെ ഉണ്ടായിരുന്നു? ഫസ്റ്റ് ടൈം ഒരു നമുക്ക് സ്റ്റാർട്ടിങ് ട്രിപ്പിൾ പോലെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. പിന്നെ നമ്മള് അവിടെ നമ്മൾ മാത്രമല്ലല്ലോ, ബാക്കിയുള്ള സ്റ്റുഡൻസും എല്ലാവരും പെർഫോമൻസ് ചെയ്യുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അതിനനുസരിച്ചൊരു ഇമ്പ്രൂവ്മെന്റ് നമുക്ക് ആ സെക്ഷൻ വഴി കിട്ടുന്നുണ്ട്. കിട്ടിയിട്ടുണ്ടായിരുന്നല്ലേ. ലാംഗ്വേജിലാണെങ്കിലും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ഇതാണ്. ഓക്കെ, ഓക്കെ. ആദ്യമായിട്ട് 2800 എന്നുള്ളൊരു പ്രൈസ് കേട്ടപ്പോ ബിനി എന്താണ് ആദ്യം വിചാരിച്ചത്? അത് നമുക്ക് എന്താ പറയാ ഒരു ബിലീവ് ചെയ്യാൻ പറ്റാത്തൊരു ഇതായിരുന്നു. അങ്ങനെയൊക്കെ ഒരു കോഴ്സ് നമുക്ക് കിട്ടും. അതായത് ഇപ്പൊ എല്ലാ കോഴ്സും നമ്മള് ഓൾറെഡി കോഴ്സിന് എൻറോൾ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ കുറെ കോഴ്സ് അതിനെപ്പറ്റി അന്വേഷിക്കണ്ടല്ലോ. അപ്പൊ എല്ലായിടത്തെ ഫീസ് സ്ട്രക്ചർ കേൾക്കുമ്പോ ഇവിടുത്തത് എൻറ്റയർലി ഡിഫറെന്റ് ആണല്ലോ. അപ്പൊ നമ്മള് ഇതൊക്കെ പോസിബിൾ ആണോ എന്നുള്ള രീതിയിൽ വിചാരിച്ചു. പക്ഷെ നമ്മള് പിന്നെ ഒരു പ്ലേസ്മെന്റിന് വേണ്ടി വിചാരിച്ചു പോയാലും ഈ ഒരു എമൗണ്ട് അല്ലേ പോവുള്ളൂ. കിട്ടിയാൽ നമുക്കൊരു പ്ലേസ്മെന്റ് ആണല്ലോ. ആ ഒരു രീതിയിലാണ് നമ്മൾ അവധിയിലേക്ക് വന്നത്. പക്ഷെ കേറി കഴിഞ്ഞപ്പോഴാണ് ഇത് ഇത്രയും നല്ലൊരു പ്ലാറ്റ്ഫോം നമുക്ക് ഉണ്ടായിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷമമാണ്. ഓക്കെ, ഓക്കെ. അപ്പൊ എവിടെയായിരുന്നു കേറിയിരുന്നത്? ഏത് കമ്പനിയിലായിരുന്നു ആദ്യം ഇന്റേൺ ആയിട്ട് കേറിയിട്ടുണ്ടായിരുന്നത്? ഞാൻ ഇപ്പൊ ചെയ്യണത് അജ്മല് അജ്മേറാണ്. എങ്ങനെയുണ്ട് കമ്പനി ലൈഫ് ഒക്കെ എങ്ങനെ പോകുന്നു? തന്നെ ഒരു വർക്ക് ഫ്രം ഹോം കിട്ടി. അപ്പൊ ഹാപ്പി ആണല്ലേ? ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡ് ആണ്. മകളെ നോക്കാൻ പറ്റുന്നുണ്ട്, വർക്കും കൊണ്ടുപോകാൻ പറ്റും. അതെ അതെ, വർക്കും നമുക്ക് രണ്ട് കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഓക്കെ. എങ്ങനെയുണ്ട് അപ്പൊ വർക്കും കാര്യങ്ങളൊക്കെ? ഒരു ഫ്രഷർ എന്ന രീതിയിൽ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഫേസ് ചെയ്യേണ്ടി വരില്ല. അപ്പൊ എങ്ങനെയുണ്ട് കമ്പനി ഭാഗത്തുള്ള അതെ അതെ. സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? കമ്പനി സപ്പോർട്ട് വെച്ച് നോക്കുമ്പോൾ നമുക്ക് നല്ലൊരു സപ്പോർട്ടാണ് കിട്ടുന്നത്. അതായത് ഒരു ഫ്രഷറിനെ സംബന്ധിച്ചും പിന്നെ നമ്മള് ഈ ഒരു ഫീൽഡിൽ ആദ്യമായിട്ടാണല്ലോ. അപ്പോ നമുക്ക് എല്ലാ രീതിയിലും അവര് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഇപ്പോഴാണെങ്കിലും ഇപ്പൊ ഓൾമോസ്റ്റ് 1 മന്ത് ആവാറായി. എന്നാലും നമ്മുടെ ഡൗട്ട്സ് ഏത് ടൈമിൽ അവർ ക്ലിയർ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഗൂഗിൾ മീറ്റിലായതുകൊണ്ട് എപ്പോഴും നമ്മുടെ കൂടെ ആളുണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു രീതിയിൽ നമുക്കിപ്പോ പെർഫോമൻസ് കുറച്ചും കൂടി മെച്ചപ്പെടുത്താൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഓക്കെ. മെഡിക്കൽ കോഡിംഗ് ആണല്ലേ ബിനി പഠിച്ചത്? അതെ അതെ.
ഓക്കെ. ഇപ്പോ ബിനിയോട് ഒരാള് ചോദിക്കുന്നു. എനിക്ക് മെഡിക്കൽ കോഡിംഗ് പഠിക്കണം. അപ്പൊ എനിക്ക് ഉം. ബിനി എന്താണ് അവർക്ക് ജസ്റ്റ് ഒന്ന് സജസ്റ്റ് ചെയ്യാ? എന്തായാലും ഞാൻ മെഡിക്കൽ കോഡിംഗ് പഠിക്കണം എന്ന് പറയണേ. മെഡിക്കൽ കോഡിംഗ് മാത്രമല്ല, ഇപ്പൊ എന്ത് കോഴ്സിനെ പറ്റി ആരെങ്കിലും എന്ത് ചോദിച്ചാലും ഞാൻ അവോധ തന്നെ സജസ്റ്റ് ചെയ്യാം. താങ്ക് കാരണം യു. നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. പിന്നെ നമുക്ക് അഫോർഡബിൾ ആയ ഒരു പ്രൈസും കൂടി ആയതുകൊണ്ട് ആർക്കും ചെയ്യാം. പിന്നെ ആഫ്റ്റർ നമുക്ക് ജോബ് കിട്ടിയതിന് ശേഷം അത് പ്ലേസ്മെന്റ് നമുക്ക് 100% ഉറപ്പാണല്ലോ ഇവിടെ. ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുമ്പോൾ കോഴ്സിൽ എൻറോൾ ചെയ്യണം വരെ അവർ പ്ലേസ്മെന്റിന്റെ കാര്യത്തിൽ അത്രയ്ക്ക് സപ്പോർട്ട് പറഞ്ഞിട്ട് എനിക്ക് അനുഭവം ഉള്ളതാണ്. എന്റെ അനുഭവത്തിൽ നിന്ന് പറയാണ്. അതിനുശേഷം നമുക്ക് പ്ലേസ്മെന്റിന്റെ കാര്യം വരുമ്പോഴാണ് അവര് കുറെ ലിമിറ്റേഷൻസ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മള് മൊത്തത്തില് ആകെ ഡെസ്പ് ആവുന്ന ഒരു അവസ്ഥയിലേക്ക് ആയിരിക്കും. ആ ഒരു അവസ്ഥയിലാണ് ഞാൻ വീണ്ടും ഇതിലേക്ക് വന്നത്. അപ്പൊ ഇപ്പോഴാണെങ്കിലും കുറെ ആൾക്കാർ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒരു കോഴ്സ് ചെയ്ത് പിന്നെ വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ചെയ്യണത് അബദ്ധല്ലേ. പക്ഷെ എന്നാലും നമ്മള് ജോബ് വേണമെന്ന് അത്രയ്ക്കും ഒരു ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ടാണ് ഞാൻ വീണ്ടും ഒരു സെക്കൻഡ് ചാൻസ് ആയിട്ട് ഇതിലേക്ക് വന്നത്. അപ്പൊ ഡെഫിനറ്റ്ലി ഞാൻ ആർക്കായാലും റെഫർ ചെയ്യും അവത. ചെയ്യല്ലോ. താങ്ക് യു ബിനി. ഇനി അവസാനമായിട്ട് എനിക്ക് അതെ. ബിനിയോട് ഒന്ന് പറയാനുള്ളത്. നമ്മളിപ്പോ ഓൾറെഡി അവോധയിൽ നിറയെ പേര് പഠിക്കുന്നുണ്ട്. ഇനി പഠിക്കാൻ ഉം. ആഗ്രഹിക്കുന്നവരും കുറെ പേരുണ്ട്. അവരോട് ബിനിക്ക് ഉം. എന്താണ് പറയാനുള്ളത്? മാക്സിമം നന്നായി യൂട്ടിലൈസ് ചെയ്യുക. നല്ലൊരു പ്ലാറ്റ്ഫോമിലാണ് നിങ്ങൾ ഉള്ളത്. ഡെഫിനറ്റ്ലി എല്ലാവർക്കും പ്ലേസ്മെന്റ് കിട്ടുന്നുള്ള കാര്യം ഉറപ്പാണ്. ഞാനും ലൈഫിൽ ഞാൻ പറഞ്ഞല്ലോ എന്റെ അനുഭവം വെച്ച് ഞാൻ വിചാരിച്ചിരുന്നു ജോലി കിട്ടാനുള്ള നമുക്ക് ആ ഒരു ഇതിലേക്ക് എത്താൻ പറ്റാത്തത് കൊണ്ട് ഭയങ്കര ഡെസ്പായിരുന്നു. പക്ഷെ അവോധയിലേക്ക് വന്നതിന് ശേഷം ജാബ് സെക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ഡെയിലി അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. എനിക്കിപ്പോ ടൈം കിട്ടാത്തതിന്റെ ഒരു വിഷമാണ്. നമുക്ക് ത്രൂ ഔട്ട് നമ്മള് വൺ ഡേ ഫുൾ വർക്ക് ചെയ്തതിന് ശേഷം പിന്നെ എനിക്ക് ആ സെക്ഷനിലെ മോളും കൂടി ഉള്ളത് കൊണ്ടാണ് എനിക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തത് നല്ലൊരു വിഷമമുള്ള ഒരു ഇതാണ്. നമുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ഡെയിലി ഇൻഫർമേഷൻ കിട്ടുന്ന ഒരു സെക്ഷൻ ആണ് ജാബ് സെക്ഷൻ. അപ്പൊ എല്ലാവരും എല്ലാം യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ ബിനി. ബിനി ഇപ്പൊ ഓൾറെഡി വർക്കിലാണോ? ഇന്നും നാളെയും ലീവാണ്. സാറ്റർഡേ സൺഡേ ലീവാണല്ലേ? ഓഫാണ്. അപ്പൊ അതെ. ഓക്കെ ബിനി, താങ്ക് യു ഇത്രയും നേരം ഈ വിലയേറിയ സമയം നമ്മൾക്ക് വേണ്ടി തന്നതിൽ താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. ഓക്കെ. വെൽക്കം.